ഹലോ, ഓഡിബിൾ ആണോ? സൗണ്ട് ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. യെസ്. സ്ക്രീൻ വിസിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്തേ. സോ നമ്മൾ ഇന്ന് സ്ക്രീൻ വിസിബിൾ ആണോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2024 PYQ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5 ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു 1 to 2 മിനിറ്റ്സ് എടുക്കാം, പെട്ടെന്ന് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. സോ നമുക്കിവിടെ നോക്കാം. അവിടെ പറഞ്ഞിട്ടുള്ളത് what is the least number of cuts required to cut a cube into 64 identical pieces? നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്കിപ്പം ആദ്യം നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്കിപ്പം ഞാനൊരു മിനിറ്റ്, ഞാനൊരു ട്യൂബ് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇതിന്റെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇങ്ങനത്തെ ഒരു നോർമൽ ഒരു ക്യൂബ് ഉണ്ടായിരുന്നു. ഓക്കെ. ഈ രീതിയിൽ ഇതായിരുന്നു ശരിക്കത്തെ ക്യൂബ്. സോ ഈ ക്യൂബിന് ഇത് ഒറ്റ ഫുൾ ക്യൂബാണ്. ഇതിൽ ഇനി 64 സ്മോൾ ക്യൂബ്സ് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പം ഇപ്പൊ ഒരു ക്യൂബിൽ നമ്മളിങ്ങനെ നമുക്ക് 3 ഫേസസ് ആണ് അത് കാണിക്കുക. അപ്പോൾ 64 ക്യൂബ്സ് ഉണ്ടാക്കണമെങ്കിൽ ഓരോ ഫേസിൽ നമുക്ക് കാണുന്ന വിസിബിൾ ആവുന്ന കേസിൽ നമുക്ക് ഇവിടെ എനിക്ക് 16 ക്യൂബ്സ് വേണം. ഓക്കെ. ഈ ഒരു എക്സ് ആക്സിസിൽ എനിക്ക് എത്ര 3 കട്ട് വേണ്ടി വരും. ഇവിടെ ഇങ്ങനെ 16 ക്യൂബ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഞാൻ ഈ കട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ ഈ ഓരോ ആക്സിസിൽ എനിക്ക് 3 കട്ട്, അങ്ങനെ മൊത്തം 9 കട്ട്. 3 കട്ടിൽ വരുമ്പം ഒരു ഇതിൽ തന്നെ 16 കാണാൻ പറ്റും. അങ്ങനെയാണ് 64
സ്മോൾ ക്യൂബ്സ് ഫോം ചെയ്യാൻ പറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓരോ ഡയമെൻഷനിലും 3 കട്ട്സ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ മൊത്തം അതായത് ഓരോ ഇത് 64 ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഓക്കെ, ഇവിടെ ഇപ്പൊ 16 ക്യൂബ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. സോറി സോറി, 12 അല്ല, ഇവിടെ 3 കട്ട്സ് വരും. ഒരു മിനിറ്റ് ഫിഗർ ഒന്നുകൂടി നോക്കുക. ഞാൻ ആ ക്യൂബിന്റെ കട്ട് ഞാൻ കാണിച്ചു തരാം. സപ്പോസ് ഇതിന്റെ ഒരു ആക്സിസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം ഈ കട്ട് ഇതിങ്ങനെ പോവും, ഇതിങ്ങനെയും പോവും. ഇനി ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് അത് ഇങ്ങനെ താഴത്തോട്ട് വരും. സോ ഈ 16 ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇതൊരു ക്യൂബാണ്. ഇതാ സോറി, 64 ക്യൂബ്സിൽ ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന് 3 ഫേസ് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി ഇതിന് 6 ഫേസ് ഉണ്ട്. ബാക്കി ഫേസ് എന്താ? ഇന്റീരിയർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ 64 ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ 64 ക്യൂബിലെ ഒരു ക്യൂബാണ് ഇത്. ഈ ക്യൂബിന്റെ ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇന്റീരിയർ ആണ്. അപ്പം നമുക്കിപ്പോ നമുക്കൊരു ക്യൂബിനെ വരച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ ഫിഗർ ആവുമ്പോൾ നമുക്ക് അതിൽ വിസിബിൾ ആയിട്ട് കാണുന്ന എന്താ? ഒരു 16 ക്യൂബേ കാണുള്ളൂ നമുക്കത്. കാരണം 3 ഫേസിലായിട്ട് 16 ക്യൂബ്സ് കാണാൻ പറ്റും. അപ്പൊ ഓരോ ഫേസിലും 16 ക്യൂബ്സ് ഉണ്ടാകുമ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് എന്താണ്, നമുക്ക് 6 ഫേസ് വരുമ്പോൾ നമുക്ക് 64 ക്യൂബ്സ് ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമുക്ക് ആ ആ നമുക്ക് വിസിബിൾ ആവുന്ന സ്ഥലത്ത് ആ രീതിയിൽ വരുന്നതുകൊണ്ടാണ് ഈ 16 ക്യൂബ്സിൽ നമുക്ക് ഇവിടെ എന്താ, ഈ ചില ക്യൂബ്സിന് ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തതാണ് അതിന്റെ ഭാഗങ്ങൾ. കാരണം എഡ്ജിൽ വരുന്ന ഈ എഡ്ജിലും കോർണേഴ്സിലും വരുന്ന ക്യൂബിനെ ഓൾറെഡി കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പം 16 × 6 അല്ല ഉണ്ടാവുക. കാരണം ചില ക്യൂബ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ അതിൽ എല്ലാ ഫേസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു വട്ടം കൗണ്ട് ചെയ്താൽ പിന്നെ വീണ്ടും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ വിസിബിൾ ആവുന്ന ഫേസിൽ 16 വേണം ഒരു കാണുന്നതിൽ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ 9 കട്ടാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പം 27 ക്യൂബ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കട്ടാണ് വേണ്ടി വരിക? 8 കട്ടാണ് വേണ്ടി വരിക 27 ആവുമ്പോൾ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊന്ന് ഫിഗർ വരച്ച് നോക്കേണ്ടി വരുമോ ആ അതോ? ഫിഗർ വരയ്ക്കുന്നത് വരച്ചാൽ മതി. പക്ഷെ നമുക്കിപ്പം തരിക എന്തായിരിക്കും? ഒന്നെങ്കിൽ 8, കാരണം ക്യൂബ്സ് ആയിട്ട് തരാം. 8 ക്യൂബ്സ് ഫോം ചെയ്യാം, 27 ക്യൂബ്സ് ഫോം ചെയ്യാം, 64 ക്യൂബ്സ് ഫോം ചെയ്യാം. അതല്ലെങ്കിൽ 125. അപ്പൊ 64-ന് എന്താ പറഞ്ഞത്? ഓരോ ഫേസിലും മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് അപ്പം 9 കട്ട് വേണ്ടി വരും. 25 ആകുമ്പോൾ ഓരോ ഫേസിലും 4 4, മൊത്തം 12 കട്ട് വേണ്ടി വരും. ഇനി 27 ക്യൂബ്സ് പറയുമ്പോൾ എനിക്ക് എന്താ, ഓരോ ഫേസിലും 2 2 കട്ട് വെച്ചിട്ട് വേണ്ടി വരും. അപ്പൊ എനിക്ക് എന്താ 8 കട്ട്, സോറി, ആ എനിക്ക് സോറി 6 കട്ടാണ് വേണ്ടി വരാം. ഒരു മിനിറ്റ്. ഉം എനിക്ക് 6 കട്ടാണ് വേണ്ടി വരാം. ഓക്കെ. അതേപോലെ എനിക്ക് സാർ, ആ ഇതിലെ ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിക്കാൻ പറ്റത്തില്ല, n-1 n-1 കാരണം ഇതിന്റെ ക്യൂബ് എടുക്കാൻ പറ്റും മറ്റേ 64-ന്റെ. 64-ന്റെ അത് ഓക്കെയാണ്. ഇപ്പം നമുക്കൊരു മിനിറ്റ്. 27 ആകുമ്പം ഓരോ ഡയമെൻഷനിലും നമുക്ക് ഈ രണ്ട് വെച്ചിട്ടാണ് വേണ്ടി വരിക. ഒരു മിനിറ്റ് ഒരു ഒറ്റ സെക്കൻഡ്. ഇവിടെ എന്താ, ഇവിടെ എന്നിന്റെ വാല്യൂ 3 ഉണ്ടാവും. 3 - 1 പറയുമ്പം ഇല്ല, ഇവിടെ ശരിക്കും നമുക്ക് എന്താ വേണ്ടി വരിക? ഈ ഒരു കേസിൽ ആകുമ്പം n-1 അല്ല. കാരണം ഇവിടെ ഓക്കെ, ഇവിടെ
ഇവിടെ 4 - 1 ഹോൾ സ്ക്വയർ ആണ്. കാരണം എന്താ, നമുക്ക് 3² 9 കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓക്കെ 25 125 സ്മോൾ ക്യൂബ്സ് വരുമ്പോൾ നമുക്ക് എന്താ ഫോർ ഇവിടെ എന്താ 5 - 1 ഹോൾ സ്ക്വയർ അല്ല, 4² അല്ല വരുന്നത്. അത് ഡിഫറെന്റ് ആണ്. അങ്ങനെയല്ല ആ ഫോർമുല, അങ്ങനെ സ്റ്റാൻഡർഡൈസ് ഫോർമുല എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇവിടെ എന്താ ഇങ്ങനെ പറയാൻ പറ്റും N - 1 ഒരു മിനിറ്റ്, N - 1 ഹോൾ ക്യൂബ് കിട്ടുന്നുണ്ടോ? കേട്ടോ, ഒരു മിനിറ്റ് ഇവിടെ അത് പറ്റുന്നുണ്ട്. കാരണം എന്താ ഇവിടെ ഒക്കെ ഒരു മിനിറ്റ് ഇല്ല, നമുക്ക് ആ, ഇല്ല, നമുക്ക് അത് പോസിബിൾ അല്ല. കാരണം ഓരോ ഡയമെൻഷനിലും നമുക്ക് ഇത്ര കട്ടാണ് വേണ്ടി വരിക. ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ എന്താ 64 ക്യൂബ്സ് ആകുമ്പോൾ 3 3 3 ഓരോ ഡയമെൻഷനിലും നമുക്ക് 3 കട്ട്. അപ്പൊ നമുക്ക് എന്താ 9 കട്ട്സ് ആണ് വേണ്ടി വരിക. 27 ആകുമ്പോൾ എല്ലാ ഡയമെൻഷനിലും 2 2 കട്ട് വെച്ചിട്ട് അപ്പൊ നമുക്ക് എന്താ ഇവിടെ മൊത്തം 6 കട്ട്സ് ആണ് വേണ്ടി വരിക. അങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. ക്ലിയർ ആവുന്നുണ്ടോ? ആ 3 + 3 + 3 അങ്ങനെയാണ് 9 കട്ട്സ്. കാരണം എക്സ് ആക്സിസിൽ ഓരോ ആക്സിസിലും നമുക്ക് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചില കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂബിനെ ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തതാണ്. ഈ ക്യൂബ് ഓൾറെഡി ഇവിടെ അങ്ങനെയാണ്. നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ ഇതിൽ കാണും 16 ഉണ്ട്. 16 × 6 ഒരിക്കലും 64 ക്യൂബ്സ് അല്ല. കാരണം ഇതിൽ ചില ആൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് കൗണ്ട് ചെയ്യും. കാരണം ഈ കോർണറിലുള്ളത്, ഈ എഡ്ജസിലുള്ളവരൊക്കെ ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ മൊത്തം 6 ഫേസിലും കൂടി ക്യൂബ്സ് ഉണ്ടാവും. ചില ക്യൂബ്സ് ഉണ്ടാവും 2 ഫേസിലും കോമൺ, അല്ലെങ്കിൽ ചിലത് 3 ഫേസിലും കോമൺ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മിക്കവാറും തരിക ഈ 8 ക്യൂബ്സ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഓരോ ഡയമെൻഷനിലും നമ്മൾ എന്താ ഓരോ കട്ട് 3 കട്ട് മതി 8 ക്യൂബ്സ് ഉണ്ടാക്കണമെങ്കിൽ. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? റെഡി ആണോ? ഓക്കെ. അപ്പൊ സാർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഈ ആദ്യം ക്യൂബിന്റെ ഒരു എഡ്ജും 2 എഡ്ജ് ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 കട്ട് എപ്പോഴും ഒരു ഡയമെൻഷൻ ലെസ് ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പം സാർ ഇപ്പൊ 64 എടുത്തു, 3 കട്ട് ആ ചെയ്യുമ്പോഴേ ത്രീ നമുക്ക് കട്ട് എന്ന് പറഞ്ഞാൽ 4 എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണ് ആ കട്ട് എങ്ങനെ വരിക വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. അത് ആ കട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ന് വെച്ചാല് ആ നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ള നമ്മൾ ഇപ്പൊ ഈ ഒരു കട്ട് എന്ന് പറഞ്ഞാല് ഇത് ഈ എക്സ് ആക്സിസ് മൊത്തമാണ്. അതിപ്പോ നമ്മള് ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ഈ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു കട്ട് ഈ വരുന്നത്. അതായത് ഒരു ആക്സിസ് അല്ല, നമ്മളിപ്പം എഡ്ജ് ടു എഡ്ജ് അല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കിപ്പം ഓരോ ഫേസിലും നമ്മൾ ഇതെന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വിസിബിൾ ആവുന്ന ഫേസിലല്ല, നമ്മൾ എല്ലാ ഫേസിലും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്താ ഇത്ര രീതിയിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ വിസിബിൾ ആവുന്ന ഫേസിലെല്ലാം 3 3 കട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്ലൈസിങ് പോലത്തെ ആ പരിപാടി. അതാണ് ആ ഓക്കെ രീതിയിൽ. ഓക്കെ. നമ്മൾ ഇതിൽ മനസ്സിലാക്കുക എപ്പോഴും നമുക്ക് ആ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ക്യൂബ്സ് ആയിരിക്കും. അപ്പം 125 ക്യൂബ്സ് ഉണ്ടാക്കി, അതേപോലെ 64 ക്യൂബ്സ് ഉണ്ടാക്കി. ഇതന്നെ എന്താ 5 ക്യൂബാണ്. ഇതന്നെ എന്താ നമുക്ക് 4 ക്യൂബാണ്. അപ്പം ഇവിടെ എന്നിന്റെ വാല്യൂ എന്താ 5 ആയിരിക്കും, ഇവിടെ എന്നിന്റെ വാല്യൂ 4 ആയിരിക്കും. അതിനെക്കാളും ഒന്ന് ലെസ്. 64 ആണെങ്കിൽ 3 + 3 + 3, 125 ആണെങ്കിൽ 4 + 4 + 4. 27 ആകുമ്പോൾ 2 + 2 + 2 6 കട്ട്സ് ആണ് വേണ്ടി വരിക. അതാണ് 6 ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അടുത്ത നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7.
സെവൻ, എയ്റ്റ് നോക്കി, എയ്റ്റ് പക്ഷെ 8 ഓക്കെ. 8 ആണ് കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈസി ക്വസ്റ്റ്യൻ. 8 നോക്കി. ടു മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ കൂടെ നോക്കാം. XYZ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻഡിവിജ്വലി ഇൻ 6 hours. അപ്പം എക്സിന് വെച്ച് നോക്കുമ്പോൾ എക്സിന് 6 hours എടുക്കുന്നുണ്ട്. കാര്യം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. എക്സിനെ വെച്ച് നോക്കുമ്പം എക്സിന് എടുക്കുന്നത് 6 hours ആണ്. വൈനെ വെച്ച് നോക്കുമ്പോൾ വൈക്ക് അത് എടുക്കുന്നത് 8 hours ആണ്. സെഡിനത് 8 hours എടുക്കുന്നുണ്ട്. ഹവർ ഇവിടെ ഈ ഒരു കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ടൈം ആൻഡ് വർക്ക് ആണ് ചാപ്റ്റർ. അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഹവർ ഓൺലി 1 person at a time can work in each hour and nobody can work for 2 consecutive hours. അപ്പം നീ ഇവര് ഒരുമിച്ച് വർക്കിന് വിളിക്കുകയാണെങ്കിലും ഒരു 1 hour ഒരാൾ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇപ്പം സപ്പോസ് എക്സ് പറഞ്ഞ ആള് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അവറിൽ എക്സിന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺസിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നുണ്ട് ഓൾ ആർ എൻഗേജ് ടു ഫിനിഷ് ദ വർക്ക്. എല്ലാവരും ഈ വർക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ എന്താ, ആദ്യം ഇൻഡിവിജ്വലി ഓരോ ഇൻഡിവിജ്വൽസിനും ഈ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തതിന് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സിന് 6 hours എടുക്കുന്നുണ്ട്, വൈക്ക് 8 hours എടുക്കുന്നുണ്ട്, സെഡിന് 8 hours എടുക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുന്നത്, ഇവരെല്ലാവരും വർക്കിന് വിളിക്കുകയാണ്. പക്ഷെ പറയുന്നുണ്ട് ഒരു അവറിൽ ഒരാൾ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. വാട്ട് ഇസ് മിനിമം എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ദേ വിൽ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ് മിനിമം ടൈം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു പോയിന്റ് കഴിഞ്ഞ് കാര്യങ്ങൾ കുറച്ച് അധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക്. പിന്നെന്താ, ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്.
പിന്നെ ഈ വർക്ക് ഏറ്റവും മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തന്ന ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഏറ്റവും എഫിഷ്യന്റ് ആയ ആള് കൂടുതൽ ടൈം വർക്ക് ചെയ്യണം, എന്നാൽ അത് മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു LCM ഓഫ് 6, 8 and 8. സോ 6ന്റെയും 8ന്റെയും LCM നോക്കുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് വാല്യൂസ് നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. 6ന്റെ മൾട്ടിപ്പിൾസ് 6 വരുന്നുണ്ട്, 12, 18, 24. 8ന്റെ മൾട്ടിപ്പിളും 8, 16, 24. അപ്പൊ എന്താ ടോട്ടൽ വർക്ക് വിൽ ബി ഈക്വൽ ടു LCM ഓഫ് 6, 8 and 8. അപ്പൊ എന്താ LCM ഇസ് ഈക്വൽ ടു 24. അപ്പൊ ടോട്ടൽ വർക്ക് എന്താ, പെന്നിന്റെ ചാർജ് പോയതുകൊണ്ടാണ് ഹാൻഡ് റിട്ടൺ ആയിരുന്നത്. സോ ടോട്ടൽ വർക്ക് 24 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് 24 യൂണിറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും എഫിഷ്യൻസി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 6 വരും. 24 ഡിവൈഡ് ബൈ 6 അതിനർത്ഥം എന്താ, ഇവിടെ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഈ 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം 24 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ എക്സിന്റെ എഫിഷ്യൻസി ഓഫ് എക്സ് 4 യൂണിറ്റ്സ് ആണെങ്കിൽ 1 മണിക്കൂർ എക്സ് ജോലി ചെയ്താൽ എക്സ് എന്ത് ചെയ്യും, 4 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. എഫിഷ്യൻസി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 3 ആണ്. വൈ ആണെങ്കിൽ ഒരു വർക്ക് 1 അവർ ജോലി ചെയ്താൽ 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതേപോലെ സെഡിന്റെ എന്തോ 24 ഡിവൈഡ് ബൈ 8 എന്താ 3 യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി എക്സിനാണ് കൂടുതൽ. കാരണം ആരാണോ ലെസ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കാണ് എഫിഷ്യൻസി കൂടുക. വൈക്കും സെഡിനും എന്താ സെയിം ടൈമാണ് അവർ എടുക്കുന്നത്. അപ്പൊ അവരുടെ എഫിഷ്യൻസി ഈക്വൽ ആയിരിക്കും. രണ്ടുപേർക്കും 3 യൂണിറ്റ്സ് പെർ അവർ ആണ് അവർക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ വർക്ക് ഏറ്റവും മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വർക്ക് കൂടുതലും അസൈൻ ചെയ്യേണ്ടത് ആർക്കാ, എക്സിനാണ്. അപ്പൊ ഞാനിതിന് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ടേബിൾ വരയ്ക്കാണ്. ടേബിൾ ശ്രദ്ധിക്കാം. ഞാൻ ആ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഒരു ടേബിൾ ഞാൻ വരയ്ക്കാം. ടേബിളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എത്രാമത്തെ അവർ ആണ്. ഓക്കെ, സോ എത്രാമത്തെ അവർ ആണ് ഞാൻ എഴുതും. എത്രാമത്തെ അവർ ആണ്, എത്ര യൂണിറ്റ്സ് ആണ് ആ അവറിൽ വർക്ക് ചെയ്തിട്ടുള്ളത്, ഓക്കെ, ഏത് ഇൻഡിവിജ്വൽ ആണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അവർ ആണ്. ഞാൻ എക്സിനെ ഒരു മിനിറ്റ് സ്ലൈഡ്, ഇവിടെ ഇൻഡിവിജ്വൽ കൊടുത്തു, ഇവിടെ യൂണിറ്റ് കൊടുത്തു. ഓക്കെ, ഞാൻ ആ ഇതൊന്ന് എഴുതി പോവാണ്. ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, തേർഡ് അവർ, ഫോർത്ത് അവർ, ഫിഫ്ത്ത് അവർ, സിക്സ്ത് അവർ, സെവൻത് അവർ ഇങ്ങനെ കൊടുത്തു. ഫസ്റ്റ് അവറിൽ ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, തേർഡ് അവർ, ഫോർത്ത് അവർ, ഫിഫ്ത്ത് അവർ, സിക്സ്ത് അവർ, സെവൻത് അവർ. ഓക്കെ, എനിക്ക് 24 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ എക്സിന് വർക്ക് അസൈൻ ചെയ്തു. അപ്പൊ എക്സ് എന്ത് ചെയ്യും, അവിടെ 4 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വൈക്ക് ഞാൻ കൊടുക്കുന്നു, അത് 3 യൂണിറ്റ്സ്. പിന്നെയും എനിക്ക് എക്സിന് കൊടുക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ സെറ്റിന് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ 4 യൂണിറ്റ്സ്, ഇവിടെ 3 യൂണിറ്റ്സ്, ഇവിടെ 4 യൂണിറ്റ്സ്, പിന്നെ എനിക്ക് വൈന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 യൂണിറ്റ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. അപ്പൊ ഇതുവരെ നോക്കുമ്പോൾ 6 അവേഴ്സ് ആയപ്പം ഇവിടെ 7 ആയി, ഇവിടെ എഗെയിൻ 7 ആയി, ഇവിടെ എഗെയിൻ 7 ആയി. അപ്പൊ മൊത്തം ഇതുവരെ 6 അവേഴ്സ് ആയപ്പം എന്തായി, 21 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇതുവരെ ഓക്കെയാണോ? 6 അവേഴ്സ് ആയപ്പോൾ കാരണം ഞാൻ ഈ വർക്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പേഴ്സൺ എക്സ് ആണ്. അപ്പൊ എക്സിനാണ് കൂടുതൽ ചാൻസസ് കൊടുക്കേണ്ടത്. പക്ഷെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വൈയും സെഡും വരുന്ന രീതിയിൽ കൊടുത്തു. എക്സിന് കൂടുതൽ വർക്ക് അസൈൻ ചെയ്തു. അപ്പം 6 മണിക്കൂർ ആയപ്പോൾ 21 യൂണിറ്റ്സ് ആയി. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിനെ പ്ലേസ് ചെയ്ത 25 യൂണിറ്റ്സ് ആയിപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ വർക്ക് എന്ത് ചെയ്യാം, വൈ ലാസ്റ്റ് വന്നുകൊണ്ട് ഇവിടെ സെഡിനെ പ്ലേസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ 7 അവേഴ്സിൽ 24 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആവുന്നു എന്ന രീതിയിൽ വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമായിരുന്നു. ഇതുവരെ പറഞ്ഞത് ഓക്കെയാണോ? 6 മണിക്കൂർ ആയപ്പം ഞാൻ എക്സിന് കൂടുതൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് 21 യൂണിറ്റ്സ് ആയി.
ഞാൻ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്, വൈനെയും സെറ്റിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സിന് കൂടുതൽ വർക്ക് അസൈൻ ചെയ്യാൻ കാരണം വെച്ചാൽ മിനിമം ടൈമിൽ വർക്ക് ഫിനിഷ് ആവാം. ഇതുവരെ ഓക്കെ ആണോ? പക്ഷെ അടുത്ത ഒരു അവറിൽ ഞാൻ വൈ ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ സെഡിനെ പ്ലേസ് ചെയ്താൽ 7 hours 24 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആവും. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ വർക്ക് എന്താണ് മാക്സിമം ടൈമിലാണ് കംപ്ലീറ്റ് ആയത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി വൈ ആണ് ലാസ്റ്റ് വന്നത്, ഇവിടെ സെഡിനെ പ്ലേസ് ചെയ്യുന്നതിന് പകരം ബാക്കി 3 യൂണിറ്റ്സ് ചെയ്യാൻ 21 യൂണിറ്റ്സ് ആയി. 24-21 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 യൂണിറ്റ്സ് ചെയ്യാൻ എനിക്ക് എക്സിനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സിനെ സെഡിന് അസൈൻ ചെയ്യുകയാണെങ്കിൽ സെഡിന് 1 hour വേണം 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ എക്സിന് അസൈൻ ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം വേണമെന്ന് കണ്ടുപിടിക്കാൻ എന്താ, ഇപ്പം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്, വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്നാണ്. ഇപ്പൊ ബാക്കിയുള്ള 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എക്സിന് എത്ര ടൈം എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ 3/എക്സിന്റെ എഫിഷ്യൻസി എന്താ, 3/4. ഇതുവരെ 6 hours ആയി. ബാക്കി 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എക്സിന് എത്ര ടൈം എടുക്കും ചോദിച്ചാൽ 3/4 ആണ് എക്സിന് എടുക്കുക. അപ്പം നമുക്ക് ഈ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6/3/4 ആണ്. 6 3/4 hours ആണ്. 3/4 നമ്മൾ എന്ത് ചെയ്യണം, എന്തിലേക്ക് മാറ്റണം, മിനിറ്റിലേക്കോ. കാരണം 6 hours ആണ്, പിന്നെ ഇതിനെ മിനിറ്റ്സിലേക്ക് മാറ്റണം. സോ 3/4 മിനിറ്റ്സിലേക്ക് മാറ്റണമെങ്കിൽ 3/4 hours ആണ്. സോ ഇതിനെ നമുക്ക് മിനിറ്റ്സിലേക്ക് മാറ്റണമെങ്കിൽ ×60. ഈ 4ഉം 16 ക്യാൻസൽ ആയി, ഇവിടെ 15 വരും. 3 × 15, അപ്പൊ നമുക്ക് 6 hours 45 minutes. നമ്മൾ അതിന് പകരം എക്സിന് പകരം ആ വർക്ക് ഇത് എക്സിന് ലാസ്റ്റ് അവറിൽ എക്സിന് അസൈൻ ചെയ്ത് ഇങ്ങനെ കിട്ടി. അതിന് വരെ സെഡിനാണ് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ 7 hours ആയിരുന്നു. അപ്പൊ ഇതെന്താ, ഇവിടെ മാക്സിമം ടൈം വെക്കും. മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സിനെ തന്നെ ലാസ്റ്റ് അവറിൽ അസൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈം നോക്കുമ്പോൾ ഇവിടെ സോ 8th ക്വസ്റ്റ്യൻ സി വിൽ ബി ദി ആൻസർ. 9 നോക്കിയേ, 9 ഒരു ഈസി കാറ്റഗറിയാണ്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ 9 ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത്
നമുക്കിവിടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇന്റീജർ ഒബ്ടൈൻഡ് ഇൻ ദ പ്രൊഡക്റ്റ്. 1 to 2, 2 to 4, 3 to 6 അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫൈനൽ ആൻസർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്കിത് ഇതിനാണ് നമുക്ക് പറയാം ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് എത്ര സീറോസ്. കാരണം ഇതിന് പ്രൊഡക്റ്റ് എടുത്താൽ കാരണം ഒരു എന്തായാലും സീറോസ് ഉണ്ടാവും. അപ്പൊ എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അതിനൊരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ സീറോസ് ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അതില് 5ഉം 2ഉം വരുമ്പോഴാണ് ടെൻസ് ഫോം ചെയ്യാൻ. 5ഉം 2ഉം വിചാരിച്ചാലാണ് സീറോയിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം തന്നതിന് എന്ത് ക്വസ്റ്റ്യൻ ആയാലും അതില് ആ തന്ന ക്വസ്റ്റ്യനില് അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര 5ഉം എത്ര 2ഉം ഇൻവോൾവ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഒരു 100 ടൈംസ് 2 ഉണ്ട്, ഒരു 50 വട്ടമേ 5 വന്നിട്ടുള്ളൂ എങ്കിൽ 50 സീറോ ഉണ്ടാവുള്ളൂ. കാരണം 2 ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല. അതിന്റെ അത്രത്തോളം 5 ഉണ്ടായാൽ മാത്രമേ അത് എന്തിലേക്കാവുള്ളൂ, സീറോയിലേക്കാവുള്ളൂ, സീറോയിലേക്ക് കൺവേർട്ടഡ് ആവുള്ളൂ. അതിന് വരപ്പോ ഒരു 100 വട്ടം 5 ഉണ്ട്, ആകെ 25 വട്ടമേ 2 വന്നിട്ടുള്ളൂ എങ്കിൽ എന്തേ ആവുള്ളൂ, അവിടെ 25 ടൈംസ് സീറോസ് ഫോം ചെയ്യുള്ളൂ. ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് രണ്ടിലും ഏതാണോ മിനിമം ആ മിനിമം നമ്പർ ഓഫ് സീറോസേ ഫോം ചെയ്യുള്ളൂ. അപ്പൊ മിനിമം ഉള്ള ആളുകളെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 2ന്റെ കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ 1 to 25 ഇടയിൽ ഒരുപാട് വട്ടം 2s ഉണ്ടാവും. കാരണം 2ൽ ഉണ്ടാവും, 4ൽ ഉണ്ടാവും, 6ൽ ഉണ്ട് 2, 8ൽ ഉണ്ട് 2, 10ൽ ഉണ്ട് 2. 2ന്റെ കൗണ്ട് നോക്കാൻ 2 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് എല്ലാത്തിന്റെയും കൂടെ 2 ഉണ്ട്. അപ്പൊ ഇതില് സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്നത് 5 ആണ്. പക്ഷെ പവർ 5ന്റെ കൂടുതലാണെങ്കിൽ നമുക്ക് 5 നമുക്ക് നോക്കാം. 5ന്റെ ഇവിടെ ഒരു വട്ടം വരിക 5 നമ്മൾ നോക്കുമ്പോൾ 5 10 ഉണ്ടാവും. അപ്പൊ അതില് 10 വട്ടം 5 ഉണ്ട്. പിന്നെ നമുക്ക് 15ല് 15 നമുക്ക് എന്താ 30 ഉണ്ടാവും. അപ്പൊ അതില് 15 എന്നാൽ 5 5 ഇൻറ്റു 3 ആണ്. അപ്പൊ നമുക്ക് എന്താ അവിടെ ഇപ്പം അതിലൊരു 10 വട്ടം വന്നു, പിന്നെ ഒരു 30 ടൈംസ് വന്നു. പിന്നെ നമുക്ക് സോറി 10ലുണ്ട് 20 ടൈംസ് ഉണ്ട്. ആ ഒരു കാര്യം ഓക്കെ. 10ല് 10 raised 20ല് ഒരു 20 ടൈംസ് ഉണ്ട്. പിന്നെ 20 raised 40ൽ 40 ടൈംസ് ഉണ്ട്. പിന്നെ 25 raised 50ൽ 50 ടൈംസ് ഉണ്ട്. ഇത്രയും ടൈംസ് ആണ് 5 വന്നിട്ടുണ്ടാവും. സം എടുക്കുക, ഇവിടെ 0 വന്നു. 5 + 4 9 10. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു 25ല് നമുക്ക് 25ല് 100 ടൈംസ് ഉണ്ടാവും. ആ കാര്യം ശ്രദ്ധിക്കുക ഇവിടെ, ആ ഒരു കാര്യം. കാരണം 25 എന്ന് പറഞ്ഞാൽ നമുക്ക് 5² എന്നാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. 5² ഹോൾ റേസ് 50 വരുമ്പോൾ ഇവിടെ 100 ടൈംസ് ഉണ്ടാവും. അതിൽ മാത്രം ഒരു സാധനം ശ്രദ്ധിക്കുക, ഇവിടെ 100 ടൈംസ് ഉണ്ടാവും. സോ ഇവിടെ സം എടുക്കുമ്പോൾ ഇത് 5 again 1 ബാലൻസ് വരും. സോ 200 ടൈംസ് ആണ് ഇവിടെ 5 വന്നിട്ടുണ്ടാവുക. പക്ഷെ 2ന്റെ കൗണ്ട് നോക്കി കഴിഞ്ഞാൽ 2 ഒത്തിരി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ, രണ്ടിലും നോക്കുമ്പോൾ രണ്ടാളുടെയും ഏതാണോ മിനിമം ഉണ്ടാവുക ആ അത്രയും നമ്പർ ഓഫ് സീറോസ് ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്താ ഇവിടെ 200, ഇതിന്റെ ഫൈനൽ എൻ പ്രൊഡക്റ്റില് 200 സീറോസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇൻഡിജേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ 5ന്റെയും 2ന്റെയും കൗണ്ട് എടുക്കുക, അതിൽ ഏതാണോ മിനിമം അത്രയും നമ്പർ ഓഫ് സീറോസ് ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. നോക്കിയേ. 10 മറ്റൊരു ഈസി കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. 10 ഒന്ന് നോക്കി, നമ്പർ 10 ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. സോൾവ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് ആൻസർ പോസ്റ്റ് ചെയ്യും.
ഇവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുമ്പോൾ അയാള് ഫസ്റ്റ് ജാനുവരിയിൽ ഒരു പേഴ്സൺ ₹1 സേവ് ചെയ്തു, സെക്കൻഡ് ജാനുവരിയിൽ അതിനെക്കാളും 2 മോർ ദാൻ ദി പ്രീവിയസ് ഡേ, ആൻഡ് തേർഡ് ജാനുവരിയിൽ ഹി സേവ് 2 മോർ ദാൻ ദി പ്രീവിയസ് ഡേ, സോ ഓൺ. അങ്ങനെ അങ്ങനെ സേവ് ചെയ്ത് പോവാണ്. സോ അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമായിരിക്കും അയാളുടെ സേവിങ്സിന്റെ സമ്മ്, ഇത്രയും ദിവസങ്ങളുടെ സേവിങ്സിന്റെ സമ്മ് ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും കൂടിയാണ്. സമ്മാണ്, അല്ലാണ്ട് സേവിങ്സിന്റെ ആ പെർട്ടിക്കുലർ ഡേയുടെ എമൗണ്ട് അല്ല. ഇതുവരെയുള്ള ഇപ്പം 5th ജാനുവരി വരെയുള്ള സേവിങ്സിന്റെ സം ഒരു പെർഫെക്റ്റ് ക്യൂബും അങ്ങനെ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ്. എന്താവണം? സം ഒരു പെർഫെക്റ്റ് ക്യൂബും ആവണം, പെർഫെക്റ്റ് സ്ക്വയറും ആവണം. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു നമ്പർ ഏതാ, ഒരു ഏറ്റവും ചെറിയൊരു പെർഫെക്റ്റ് ക്യൂബും അതേപോലെ അറ്റ് എ ടൈം പെർഫെക്റ്റ് ക്യൂബും പെർഫെക്റ്റ് സ്ക്വയറും ആയിട്ടുള്ള നമ്പർ ഏതാ. അതാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആവുക. അങ്ങനെ നമ്പർ പറഞ്ഞേ, ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബുമാണ് പെർഫെക്റ്റ് സ്ക്വയറുമാണ്, എന്തായിരിക്കും? 64. അപ്പൊ നമുക്ക് ഏത് ദിവസങ്ങളുടെ, അപ്പൊ അയാളുടെ എന്താ ഫസ്റ്റ് ഡേ അയാളുടെ സേവിങ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ജാനുവരിക്ക് ₹1, സെക്കൻഡ് ജാനുവരിക്ക് ₹3, തേർഡ് ജാനുവരിക്ക് അയാളുടെ എന്തായിരിക്കും ₹5 സേവിങ്സ് വരിക. തേർഡ് ജാനുവരിക്ക് ₹5, ഫോർത്ത് ജാനുവരിക്ക് ₹7 വരും, ഫിഫ്ത്ത് ജാനുവരിക്ക് അയാളുടേത് ₹9 വരും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7th ജാനുവരി, അപ്പൊ അതുവരെയുള്ള സം നോക്കാം. 6th ജാനുവരിയുടെ സമ്മ് ₹11 വരും. പിന്നെ 7th ജാനുവരിയുടെ ₹13 വരും. നമുക്കറിയാം ഇപ്പൊ എഴുതിയ അയാളുടെ എമൗണ്ട്സ് ഒക്കെ ഓക്കെ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, 1, 13, 5, 7, 9 എന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓഡ് നമ്പേഴ്സിന്റെ ഇതെല്ലാം സം ചെയ്ത് നോക്കുന്നതിന് പകരം ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ n² ആണ്. അപ്പൊ നമുക്ക് ഇത്രയും ദിവസങ്ങളുടെ സം 7, ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സിന്റെ സം പറയുമ്പോൾ 7² വരും. സോ 49 ആണ്. ഇതുവരെ ഉള്ളത് 49 ആണ്. നമുക്ക് 64 കിട്ടിയിട്ടില്ല. അടുത്തത് എന്താ, 8th ജാനുവരിക്ക് അയാളുടെ സേവിങ്സ് എത്ര രൂപയായിരിക്കും? ₹15 സോ 49 + 15 എന്ത് വരും? ₹64 വരും. നമുക്ക് 64 ആണ് കിട്ടേണ്ടത്. അയാളുടെ സേവിങ്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം, പെർഫെക്റ്റ് ക്യൂബും ആയിരിക്കണം. അപ്പം അത്രയും 8 ഡേയ്സിലെ അയാളുടെ സേവിങ്സിന്റെ സം എന്താണ്? ₹64 ഉണ്ടാവും. സോ അയാൾക്ക് ആൻസർ എന്താ? 8th ജാനുവരി. ബി വിൽ ബി ദി ആൻസർ. ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ക്യൂബ്, എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ n² ആണ്. ആ കാര്യം കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അയാളുടെ സേവിങ്സ് 1, 3, 5, 7, 9, 11 അങ്ങനെ പോകുന്നു. അങ്ങനെ 7th ജാനുവരിക്ക് അയാളുടെ സേവിങ്സ് വന്നിട്ടുള്ളത് 7th ₹13 ആണ്. അപ്പൊ അന്ന് വരെയുള്ള ഇതിന്റെ സം പറഞ്ഞത് എന്താ, അത്രയും ദിവസങ്ങളുടെ സേവിങ്സിന്റെ സമ്മ ഒന്നെങ്കിൽ നമുക്ക് സം ചെയ്ത് നോക്കാം. പക്ഷെ അതുവരെ നമ്മൾ എഴുതിയത് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ n² എന്നാണ്. 7 നമ്പേഴ്സ് ആകുമ്പോൾ 7², ₹49 ആണ്. ഒന്നെങ്കിൽ അതുവരെയുള്ള ഏത് വാല്യൂസ് ആഡ് ചെയ്ത് നോക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇക്വേഷൻ പറഞ്ഞത്. n² ആണ്, 49 വരും. നമുക്ക് കിട്ടേണ്ടത് എന്താ, അയാളുടെ സേവിങ്സ് എപ്പോഴാണ് 64 ആവാന്നുള്ളത്. അപ്പൊ 7th ജാനുവരിക്ക് അല്ല, 8th ജാനുവരിക്ക് അയാളുടെ സേവിങ്സ് എന്താ, ₹15 കൂടി കൂടും. 49ന്റെ കൂടെ ₹15 കൂടി കൂട്ടുമ്പോൾ അയാളുടെ സേവിങ്സ് എന്ത് വന്നു? ₹64 വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 8th ജാനുവരിക്കാണ് അയാളുടെ സേവിങ്സിന്റെ സം ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും കൂടി ആവും. ഇപ്പൊ ഓക്കെ ആണോ? അടുത്ത നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. 15 നോക്കിയേ, 15 15 നോക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യാം. 15 അവിടെ നിൽക്കട്ടെ, 15 അവിടെ നിൽക്കട്ടെ, അത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയേ.
16 നോക്കി, 16 15 എടുക്കട്ടെ. 15 നമുക്ക് നമ്പർ സിസ്റ്റം പറഞ്ഞ കോൺസെപ്റ്റ് എടുത്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. 16 നോക്കി, 16 16 ഒന്ന് സോൾവ് ചെയ്യാം. 16 16 16 സ്കിപ്പ് ചെയ്യേണ്ടതല്ല, ഈസി കാറ്റഗറി ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിക്സ്റ്റീനിൽ പറയുന്നുണ്ട് വാട്ട് പെർസെന്റേജ് വാട്ടർ മസ്റ്റ് ബി മിക്സ്ഡ് വിത്ത് ഹണി സോ ആസ് ടു ഗെയിൻ. ഇത് ലോജിക്കൽ അപ്രോച്ചിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പെർസെന്റേജ് വാട്ടർ, നമുക്ക് സപ്പോസ് അയാള് 100 രൂപയ്ക്കാണ് ഇത്ര യൂണിറ്റ്സും ഹണി വിൽക്കുന്നത്. ഓക്കെ, 100 രൂപയ്ക്കാണ് ഹണി വിറ്റുകൊണ്ടിരുന്നത്. 100 രൂപയാണ് അയാൾക്ക് എന്താണ് അയാളുടെ ആഹ്, 100 രൂപയ്ക്കാണ് അയാൾ നോർമൽ പ്രൈസിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 100 രൂപയ്ക്കാണ്, 100 രൂപയ്ക്ക് ഇത്ര യൂണിറ്റ്സ് സെല് ചെയ്യുന്നു. ഇനി അയാൾക്ക് എത്ര രൂപയ്ക്ക് എത്ര പെർസെന്റേജ് വാട്ടർ ആഡ് ചെയ്താലാണ് അയാൾക്ക് 20% പ്രോഫിറ്റ് ഉണ്ടാവണം. പ്രൈസ് അയാൾ ഇനി ഇൻക്രീസ് ചെയ്യില്ല. പ്രൈസ് നേരത്തെ പോലെ 100 രൂപ തന്നെയാണ്. ഓക്കെ, ഇയാൾ 100 രൂപ ഹണി വാങ്ങി, 100 രൂപയാണ് ഹണിയുടെ അയാൾ സെല് ചെയ്യാൻ വിചാരിച്ച എമൗണ്ട്. ഇനി അയാൾ ആ 100 രൂപ എന്നുള്ള കോസ്റ്റ് പ്രൈസ് അയാൾ ഇൻക്രീസ് ചെയ്യില്ല. അതായത് 100 രൂപയ്ക്ക് വാങ്ങിയ ഹണി അയാൾ ഇനി 100 രൂപ പ്രൈസിന് ഇൻക്രീസ് ചെയ്യില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യും, ആ ഹണിയിലേക്ക് വാട്ടർ ആഡ് ചെയ്യണം. എന്നിട്ട് വാട്ടർ ആഡ് ചെയ്ത് വെക്കുമ്പോൾ അയാൾ 20% പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അയാൾ എത്ര പെർസെന്റേജ് വാട്ടർ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയും ഇപ്പം ഇതൊരു ലോജിക്കലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾ 100 രൂപയ്ക്കാണ് വീണ്ടും സെല് ചെയ്യുന്നത്. അയാൾ 20% പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഹണിയുടെ കൗണ്ട് എന്തായിരിക്കും, കുറവായിരിക്കണം. അയാൾക്ക് 100 രൂപയ്ക്ക് വിൽക്കണം, പക്ഷെ 20% പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, 80 രൂപയുടെ ഹണിയും 20% വെള്ളം കൂടി വെക്കുമ്പോൾ അയാൾക്ക് എന്താ 100 രൂപയും കിട്ടുന്നു, പക്ഷെ 80% ഹണി 80% അയാൾ സെല് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു അപ്രോച്ച് മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് നോർമൽ സിറ്റുവേഷന്റെ കാര്യം അയാൾ 100 രൂപക്ക് ഹണി കൊടുക്കുന്നതിന് പകരം 80 രൂപയുടെ ഹണിയും 20 രൂപയുടെ വാട്ടറും കൂടിയാണ് അയാൾ സെല് ചെയ്യുന്നത്. അപ്പൊ അയാൾ എന്താ 100 രൂപക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് എന്താ അവിടെ 20% പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അയാൾ എന്താണ് ആഡ് ചെയ്തത്, ആ ഗ്യാപ്പ്, ആ 20% ഹണി കുറയ്ക്കുമ്പോൾ അയാൾ 20% വാട്ടർ ആണ്, എന്തിന്റെ 100-ൽ 20% വാട്ടർ ആണ് ആഡ് ചെയ്തത്. ഞാൻ അതൊരു ലോജിക്കൽ അപ്രോച്ചിൽ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഈസി. അപ്പൊ എന്ത് പറയാൻ പറ്റും, അയാള് നേരത്തെ ഉള്ള സിറ്റുവേഷന്റെ കാര്യം 20% വാട്ടർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്ത നമുക്ക് 17 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് 18 നോക്കി, 18 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. 18 ഒന്ന് നോക്കാം.
ഇവിടെ 18 പറയുന്ന വെച്ചാല് നമ്മള് ഏതൊരു നമ്പറിനെ നമ്മള് ഒരു നമ്പറിനെ കൊണ്ട് 421നെയും 427നെയും ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടി. സോ അങ്ങനെ നമുക്ക് ആ ആ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഡിവൈസർ എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഏതിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതേ നമ്പേഴ്സിനെ 421നെയും 427നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 2-3 അപ്രോച്ച് ഉണ്ട്. ഒന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 421നെയും 427നെയും നോക്കുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടണമെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും 6 പറഞ്ഞ നമ്പറിനെ കൊണ്ട് 421 ഡിവൈഡ് ചെയ്താലും 6. ഞാൻ 421 ഒരു എക്സാമ്പിൾ എടുക്കാണ്. സോ 421 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്ത് വരും? 7 വരും, 42 വരും, 1 റിമൈൻഡർ വരും. 427 ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 7 വരും, 42 വരും, 7 വരും, 1 വരും, 6 വരും, 1 റിമൈൻഡർ വരും. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണ്? 1 ആണ്. അപ്പൊ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3ഉം 2ഉം 1ഉം ആണ്. 1നെ കൊണ്ട് എന്തായാലും 421 427 ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ ഉണ്ടാവില്ല. പക്ഷെ 3നെ കൊണ്ടും 2നെ കൊണ്ടും ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കും? 1 റിമൈൻഡർ ആയിരിക്കും. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയ 6ന്റെ ഫാക്ടേഴ്സ് ആയ 3ഉം 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡേഴ്സ് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? 3 നമ്പേഴ്സ് പറയാൻ പറ്റും. 6 ഉണ്ടാവും, 3 ഉണ്ടാവും, 2 ഉണ്ടാവും. ഇതാണ് ഇതിന് ഒരു മെത്തേഡ്. ഇപ്പൊ ഞാൻ ആ 6 എന്ന നമ്പറിലേക്ക് എത്തിയത് ഞാൻ നോക്കി 2നെ കൊണ്ട് ഡിവിസിബിൾ അല്ല, 2നെ കൊണ്ട് റിമൈൻഡർ 1 ആണ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. 2നെ കൊണ്ട് നോക്കുമ്പോൾ റിമൈൻഡർ 1 വരും. പിന്നെ 3നെ കൊണ്ട് നോക്കുമ്പോൾ റിമൈൻഡർ 1 വരും. 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ അല്ലെങ്കിൽ 6നെ കൊണ്ടും ഡിവിസിബിൾ ആവില്ല. അപ്പൊ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടുന്ന അങ്ങനെ വേണം എത്താൻ പറ്റും. അതല്ല പിന്നെ നമുക്ക് പോസിബിൾ ആ നമ്പേഴ്സ് കാണുമ്പോൾ ഞാൻ വെറുതെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, അപ്പൊ എനിക്ക് റിമൈൻഡർ കിട്ടി. അങ്ങനെ എനിക്ക് വരാൻ പറ്റും. ഇതൊന്നുമല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മള് ഈ 421 റിമൈൻഡർ 1 അല്ല കിട്ടണ്ടേ. സോ 421 1 സബ്ട്രാക്ട് ചെയ്യുക, 420 എടുക്കുക, 427 1 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് 426 കിട്ടും. ഇതിന്റെ രണ്ടിന്റെയും HCF കാണാം. 420ന്റെയും 426ന്റെയും HCF കാണാം. അപ്പം ഇവിടെ നമ്മള് അതല്ലാത്തൊരു മെത്തേഡാണ് പറയുന്നത്. സോ 420യുടെയും 426ന്റെയും HCF കാണുമ്പോൾ 2നെ കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 210 കിട്ടും, ഇവിടെ 213 കിട്ടും. ഓക്കെ, എഗെയിൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് പറഞ്ഞാൽ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 3നെ കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 70 കിട്ടും, ഇവിടെ എനിക്ക് 71 കിട്ടും. സോ ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ ഇനി ഫർദർ ഡിവിസിബിൾ അല്ല. സോ HCF എന്ന് പറഞ്ഞാൽ എന്താ? 6 ആണ്. അപ്പൊ 6 ആണെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ് നോക്കുക. അപ്പം 6ന്റെ ഫാക്ടേഴ്സ് 2ഉം 3ഉം ആണ്. അപ്പൊ ഇവരെ കൊണ്ട് 6നെ ഈ 3 നമ്പേഴ്സ് 6ന്റെ ഫാക്ടേഴ്സ് 6 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. ഇപ്പൊ ഈ 3 പേരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണെന്ന് പറയാൻ പറ്റും. ഇതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് പറയുകയാണെങ്കിൽ തന്ന റിമൈൻഡറിനെ സബ്ട്രാക്ട് ചെയ്യുക, HCF കാണാം, അതിന്റെ ഫാക്ടേഴ്സ് എടുക്കുക. അപ്പൊ ആ ഫാക്ടേഴ്സിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സാർ ഇതേ കേസസ് മറ്റേ LCM വെച്ചിട്ടും വരുന്നുണ്ടല്ലോ സാർ. അപ്പൊ ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അല്ല, ഇവിടെ ഈ ഒരു LCM എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി ഇപ്പം ഒരു സൈക്ലിക്കൽ ഇവന്റ് അങ്ങനത്തെ ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. ഈ ഒരു കാറ്റഗറിയിൽ ഫാക്ടേഴ്സ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് LCM യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ എന്താ, ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് തൊട്ട് താഴെ ക്വസ്റ്റ്യൻസിലും ഈ LCM HCF കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. നമ്മൾ
എൽ സി എമ്മിന് പറഞ്ഞത് സൈക്ലിക്കൽ ഇവന്റ്സ്, ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന ഇവന്റ്സിനാണ് നമ്മൾ എൽ സി എം വേണ്ടി വരാം. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ഡിവൈഡ് ചെയ്യുക, മിൽക്ക് ഡിവൈഡ് ചെയ്യുക. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ എൽ സി എം കണ്ടുപിടിക്കായിരുന്നു. ഇൻഡിവിജ്വലി 421 427 ഇൻഡിവിജ്വലി നോക്കിയിട്ട് എൽ സി എം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിനെ ഫൈൻ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിലെ കോമൺ ഫാക്ടേഴ്സിനെ മാത്രം എടുക്കാമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. സപ്പോസ് ഞാൻ ഇപ്പം 420 ഇതിനെ 1 സബ്ട്രാക്ട് ചെയ്ത് 420യുടെയും 426ന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ഇൻഡിവിജ്വലി ചെയ്തിട്ട് എനിക്ക് അതിന്റെ രണ്ടിലെയും കോമൺ ഫാക്ടേഴ്സ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ മാത്രം എടുക്കാമായിരുന്നു. ആ പ്രൊസീജിയർ സത്യം അത് തന്നെയാണ് സംഭവം എച്ച് സി എഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഡയറക്റ്റ് എച്ച് സി എഫ് ചെയ്യുന്നുള്ളൂ. അവിടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ മെത്തേഡ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതെല്ലാം നമുക്കിവിടെ എന്താണ് ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് വേണ്ടത്, അപ്പൊ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ മെത്തേഡ് ഫിക്സ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. സാർ ഇപ്പൊ സ്റ്റാൻഡേർഡൈസ് സാർ റിമൈൻഡർ വണ്ണിന് പകരം വേറെ റിമൈൻഡർ ആണ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പം വേറെ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡർഡൈസ് മെത്തേഡ് പറയുകയാണെങ്കിൽ ഈ നമ്പർ ഒന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഒന്നും പോവാതെ നമുക്ക് വേറെ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഈ നമ്പേഴ്സിനെ നോക്കിയപ്പം എനിക്ക് വന്നത് ഓപ്ഷൻസ് നോക്കിയേ കുറച്ച് പേരേ ഉള്ളൂ. ഇതിന് ഇങ്ങനെ പ്രോപ്പർട്ടി വരുന്ന ഒരുപാട് നമ്പേഴ്സ് ഒന്നും ഇല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ ഞാൻ ആ എൽ സി എം എച്ച് സി എഫിന്റെ ബാക്കിൽ പോകുന്നതിന് പകരം ഇതിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി വരുന്ന ഒരു നമ്പർ എന്തായിരിക്കും ഞാൻ പെട്ടെന്ന് നോക്കി. അപ്പൊ പെട്ടെന്ന് എനിക്ക് 6 ട്രൈ ചെയ്യാൻ തോന്നി. അപ്പൊ ഞാൻ 6 ട്രൈ ചെയ്തപ്പോൾ 6ന് ഈ പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ആയ ആളുകൾക്കും ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആൻസറിലേക്ക് എത്തിയത്. പിന്നീട് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? 19 നോക്കിയാ 19ല് ഇതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. 19 ഒന്ന് നോക്കി നമുക്ക് എന്താ വേണ്ടി വരാന്ന് ചെക്ക് ചെയ്ത്. നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുള്ളത് 399 liters of petrol and X contains 399 liters of petrol.
Y contains 532 liters of diesel. They are to be bottled in bottles of equal size, so that whole of petrol and diesel would be separately bottled. Then the bottle capacity in terms of liters is an integer. How many different bottle sizes are possible? ഇവിടെ നമുക്ക് ഇപ്പം വരെ ബോട്ടിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്? HCF ആണ് യൂസ് ചെയ്യേണ്ടി വരാം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ 399ഉം ഇതിനെയും ഇതാക്കാൻ പറ്റുന്ന ഒരു വാല്യൂ നമുക്ക് HCF കാണണം. പക്ഷെ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബോട്ടിൽ സൈസസ് പോസിബിൾ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാമെന്നോ. ആൻസർ കിട്ടുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പോൾ 399ഉം 532 നോക്കുമ്പോൾ 399 532 2ൽ ഡിവിസിബിൾ അല്ല. പിന്നെ 3ൽ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ 39 അത് ഡിവിസിബിൾ ആണ്. പക്ഷെ എന്താ 3ൽ ഡിവിസിബിൾ അല്ല, 5ൽ ഡിവിസിബിൾ അല്ല. പിന്നെ 7ൽ നോക്കുമ്പോൾ ഇവിടെ 39ൽ ഡിവിസിബിൾ ആണ്. 7ൽ ഡിവിസിബിൾ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 399 7ൽ ഡിവിസിബിൾ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഇവിടെ 535 വരും, ഡിവിസിബിൾ ആണ്. 532 ഡിവിസിബിൾ ആണ്. 49ഉം ഡിവിസിബിൾ ആണ്. അപ്പൊ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ 5 വരും. ബാക്കി ഇവിടെ 49ൽ 57 വരും. ഇനി നമുക്ക് 532ൽ നോക്കുമ്പോൾ ഇവിടെ 7 വരും, 76 വരും. ഇനി 57ലും 76ലും ഡിവൈഡ് ആയിട്ടുള്ള നമ്പർ നോക്കുമ്പോൾ നമുക്ക് 19 ആണ്. 19 ഇൻറ്റു 3 57 ആണ്. ഇവിടെ 57 ആണ്. 19 ഇൻറ്റു 4 നോക്കുമ്പോൾ 9 4s are 36 76 ആണ്. അപ്പൊ 19. അപ്പം ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇനി ഫർദർ എനിക്ക് HCF സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയത് എന്താണ്? 7 19. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല് ഇവിടെ മിനിമം നമ്പർ ഓഫ് ബോട്ടിൽസ് യൂസ് ചെയ്യണമെങ്കിൽ 19 ഇൻറ്റു 7 9 7s are 63 6 ബാലൻസ് ഉണ്ടാവും. ഇവിടെ 133 ലിറ്റേഴ്സ് ഉള്ള സൈസ് ഉള്ള ആ കപ്പാസിറ്റി ഉള്ള ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഇതിനെ 399 ലിറ്റേഴ്സിന് 3 ബോട്ടിലും അതേപോലെ 530 ലിറ്റേഴ്സ് ഉള്ള സാധനത്തിന് എനിക്ക് 4 ബോട്ടിലും മതി. മൊത്തം 7 ബോട്ടിൽസ്. ഞാൻ എടുക്കുന്ന ബോട്ടിൽ സൈസ് 133 ലിറ്റേഴ്സ്. അതായത് HCFന്റെ വാല്യൂ 133 ആണ്. അപ്പൊ ആ കപ്പാസിറ്റിയുള്ള ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 7 ബോട്ടിൽസ് മതി. കാരണം 399 ലിറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ എനിക്ക് 3 ബോട്ടിലും 530 ലിറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ എനിക്ക് 7 ബോട്ടിൽസും സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യാൻ എനിക്ക് 7 ബോട്ടിലിൽ എനിക്ക് ഇത് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നു ചോദിച്ചെങ്കിൽ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് ബോട്ടിൽസ് റിക്വയർഡ് ടു എന്താ ഇത് സ്റ്റോർ ചെയ്യാൻ മിനിമം നമ്പർ ഓഫ് ബോട്ടിൽസ് എന്ന് വെച്ചാൽ 7 ബോട്ടിൽസ് ആണ് ആൻസർ വരിക. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെ ചോദിച്ചത് എന്താണ്? ഇവര് ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് വെക്കുമ്പോൾ സെപ്പറേറ്റ് ബോട്ടിൽ ചെയ്ത് വെക്കുമ്പോൾ ഏതൊക്കെ ബോട്ടിൽ സൈസസ് ആർ പോസിബിൾ. അപ്പം ആ ബോട്ടിൽ സൈസസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പെട്രോൾ ആയാലും ഡീസൽ ആയാലും നമ്മൾ ബോട്ടിൽ സൈസ് ചൂസ് ചെയ്യുമ്പോൾ രണ്ടിനും സെയിം 399ഉം 532ഉം സ്റ്റോർ ചെയ്യാൻ പറ്റണം. 1 ലിറ്റർ പോലും നമുക്ക് ബോട്ടിൽ ചെയ്യാതെ വെക്കാൻ പറ്റരുത്. അപ്പൊ അതുകൊണ്ടാണ് HCF എടുത്തത്. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതൊക്കെ ബോട്ടിൽ സൈസസ് എന്ന് വെച്ചാൽ ഈ HCFൽ വന്ന വാല്യൂസിൽ എല്ലാം സ്റ്റോർ ചെയ്താലും, അതായത് എന്താ ഈ 133യുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 133 ഒരു ഫാക്ടർ ആയിരിക്കും, 1 ഒരു ഫാക്ടർ ആയിരിക്കും, 7 ഒരു ഫാക്ടർ ആയിരിക്കും, 19 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പം ഈ നമ്പേഴ്സിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്താലും നമുക്ക് 1 ലിറ്റർ പോലും വേസ്റ്റ് ആവില്ല, കറക്റ്റ് ബോട്ടിലാക്കാൻ പറ്റും. പക്ഷെ 7 ലിറ്റർ കപ്പാസിറ്റിയിലെ ബോട്ടിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോട്ടിൽ വേണ്ടി വരും? 57 ബോട്ടിൽസ് വേണ്ടി വരും. അതേപോലെ 76 ബോട്ടിൽസ് വേണ്ടി വരും മറ്റേതിന്. അപ്പം ഇവിടെ ബോട്ടിലിന് നമ്പർ കൂടും. പക്ഷെ ഇവിടെ ബോട്ടിലിന് നമ്പർ കൂടുന്നൊന്നും അല്ല ചോദിച്ചല്ലേ. ഇവിടെ ഏതൊക്കെ സൈസസ്, ഏതൊക്കെ ലിറ്റർ കപ്പാസിറ്റി പോസിബിൾ ആണ്
അപ്പൊ എന്താ 133യുടെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 133 പോസിബിൾ ആണ്, 1 പോസിബിൾ ആണ്, 7 പോസിബിൾ ആണ്, 19 പോസിബിൾ ആണ്. ഇതിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മിനിമം നമ്പർ ഓഫ് ബോട്ടിൽസ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 133 HCFന്റെ വാല്യൂൽ തന്നെ സ്റ്റോർ ചെയ്യണം. പക്ഷെ ഇവിടെ ചോദിച്ചത് ഏതൊക്കെ ബോട്ടിൽ സൈസസ്? 4 ബോട്ടിൽ സൈസസ് ആർ പോസിബിൾ. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. 20 നോക്കിയേ. 20 ഒരു ഡുവബിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് ആണ്. നോക്കിയേ 20 നോക്കിയേ. ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു 20. ഒരു 1 മിനിറ്റ് എടുക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള consider the following statements in the respect of S, sum is equal to S is equal to x plus y plus z ആണ്, where x plus y plus z are distinct prime numbers each less than 10. ലെസ് ദാൻ 10 ആണ് പ്രൈം നമ്പേഴ്സ് പറയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ എക്സിനും വൈക്കും സെറ്റിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 2, 3, 5, 7 ഇത്രയും വാല്യൂസിലാണ്. അപ്പം എസിന്റെ സമ്മ് എന്താ യൂണിറ്റ് ഡിജിറ്റ് ക്യാൻ ബി 0. നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എസ് കിട്ടും. എസിന്റെ സമ്മ് എടുക്കും. എസ് എന്നൊരു ഇതിന് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റിൽ 0 വരുമോ നോക്കാം. നമുക്കിവിടെ നോക്കുമ്പോൾ ഈ 3 പേര് 2ഉം 3ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ സം 10 വരും. അപ്പൊ എന്താ 0 വരുന്ന കേസ് പോസിബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ എനിക്ക് എന്താ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സം 9 വരുമോ എന്നുള്ളതാണ്. സം 15 വരുമോ നോക്കാം. സം 15 നോക്കുമ്പോൾ ഇവിടെ എന്താ 7ഉം 5ഉം 3ഉം എടുത്തു. അപ്പൊ എന്താ 12 പ്ലസ് 3 15 വരുന്നുണ്ട്. അപ്പൊ എന്താ യൂണിറ്റ് 5 വരും. സോ 3 കറക്റ്റ് ആണ്. സോ എന്താ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സം 9 വരണമെങ്കിൽ നമുക്ക് എന്താ ഒന്നെങ്കിൽ ഇതിന്റെ എസിന്റെ സം 9 കിട്ടണം, അതല്ലെങ്കിൽ എസിന്റെ സം 19 കിട്ടണം. സം 9 കിട്ടാനുള്ള സിറ്റുവേഷൻ 5+3 8 7 രണ്ട് പേര് മാത്രം എടുത്താൽ എനിക്ക് 9 കിട്ടും. പക്ഷെ 3 പേര് എടുക്കുമ്പോൾ എനിക്ക് 9 കിട്ടില്ല. പിന്നെ മാക്സിമം എനിക്ക് സം കിട്ടുക 7+5 12
പ്ലസ് 16 വരെ കിട്ടും. 9ഉം സം കിട്ടില്ല, 19ഉം കിട്ടില്ല. അപ്പൊ എന്താ, ഇത് പോസിബിൾ അല്ല. കാരണം യൂണിറ്റ് ഡിജിറ്റിൽ 9 വരണമെങ്കിൽ ഒന്നുകിൽ എസിന്റെ സം 9 വരണം, അല്ലെങ്കിൽ 19 വരണം. അപ്പം ഇത് പോസിബിൾ അല്ല. സോ നമുക്ക് എന്താ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറി 24. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. 24 നോക്കുക. 24. സോ ഇവിടെ നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. തന്ന ഇതില് ഈ കാറ്റഗറി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 മെമ്പേഴ്സ് ഉണ്ട്. 20 മെമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇവിടെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 5 മെമ്പേഴ്സ് ഉള്ള 4 ഗ്രൂപ്പ്സ് ആക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക. ചില സമയങ്ങളിൽ അതിൽ തന്നെ ആൻസർ കിട്ടണമെന്നില്ല. 4 മെമ്പേഴ്സ് ഉള്ള 5 ഗ്രൂപ്പ് ആക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൻസർ കിട്ടുക. നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ 5 മെമ്പേഴ്സ് 4 ഗ്രൂപ്പ് ആക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇത് വരും, സെക്കൻഡ് ഗ്രൂപ്പ് ഇവിടെ വരും, തേർഡ് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ വരും, ഫോർത്ത് ഗ്രൂപ്പ് അങ്ങനെ കിട്ടി. നമുക്ക് ഇനി നോക്കുമ്പോൾ
നമുക്ക് ആ ഗ്രൂപ്പ്സ് ഒന്ന് എഴുതി വെക്കാം. എ ബ്ലാങ്ക് സ്പേസ് ബി സി ഡി. സെക്കൻഡ് ഗ്രൂപ്പ് എ, സോറി, സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്പേസ് ബി ബി സി ഡി വരുന്നുണ്ട്. തേർഡ് ഗ്രൂപ്പ് എ ബി സി ബ്ലാങ്ക് സ്പേസ് ഡി വരുന്നുണ്ട്. പിന്നെ എ ബി സി ബ്ലാങ്ക് സ്പേസ് ഡി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് ഒബ്സർവ് ചെയ്തേ. എന്തെങ്കിലും കോമൺ പാറ്റേൺസ് കാണുന്നുണ്ടോ എവിടെയെങ്കിലും? റെസ്പോണ്ട് ചെയ്തേ. സാർ രണ്ട് സൈഡിലും, ഈ സൈഡിൽ എ വരും സാർ ആ, സെക്കൻഡില്. എല്ലായിടത്തും ഡി കൊണ്ട് എന്ത് ചെയ്യുന്നു, ബാക്കി 3 പേര് എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ സെക്കൻഡ് ബ്ലാങ്ക് സ്പേസിൽ എ വരണം. സെക്കൻഡ് ബ്ലാങ്ക് സ്പേസിൽ എ വരുന്നത് എല്ലാ ഓപ്ഷനും സെക്കൻഡ് ബ്ലാങ്ക് സ്പേസ് എ ആണ്. ഇവിടെ എ ആണെങ്കിൽ എ ഫില്ല് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഓപ്ഷനും, പക്ഷെ അത് ഫില്ല് ചെയ്യുന്നതോടെ നമുക്ക് ഒരാൾ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് എ ബി ബി സി ഡി എ ബി സി ഡി വെച്ചിട്ടാണ്. അതിൽ സെക്കൻഡിൽ വന്നപ്പം ബി ബി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ എന്താവാം, എ റിപ്പീറ്റ് ചെയ്യാം, എ ബി സി ഡി എന്നാവാം. അപ്പൊ നമുക്ക് എന്താ, ഇവിടെ ഫസ്റ്റ് ബ്ലാങ്ക് സ്പേസിൽ എ വരണം. അപ്പൊ ആ ആളെ നമുക്ക് എ വരണം, ഇവിടെ എ വരണമെങ്കിൽ ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എ ബി സി ഡി ആവും, എ ബി ബി സി ഡി ആവും. അടുത്ത് എന്ത് വരും, അപ്പം ഇവിടെ എന്ത് ചെയ്യണം, സി വരണം, ഇവിടെ ഡി വരണം. അപ്പൊ നമുക്ക് എന്തായി, എ ബി സി ഡി, എ ബി ബി സി ഡി, എ ബി സി സി ഡി, എ ബി സി ഡി ഡി. അപ്പൊ അതാണ്. അപ്പൊ എന്താ, തേർഡ് ബ്ലാങ്ക് സ്പേസിൽ സി വരണം, അവസാനത്തെ ബ്ലാങ്ക് സ്പേസിൽ ഡി വരണം. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. സോ ഇവിടെ പാറ്റേൺ എന്താ, എ ബി സി ഡി, എ ബി ബി സി ഡി, എ ബി സി സി ഡി, എ ബി സി ഡി ഡി. സോ നമുക്ക് സി ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? ഇതിനെ 4 വേർഷൻ 5 ആക്കി ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ? 4 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ആ ഒരു ഡിവിഷൻ വരുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു മിനിറ്റ്. ചിലതിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ പാറ്റേൺസ് കട്ടാവും, ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ചില സമയങ്ങളിൽ പാറ്റേൺസ് കട്ടാവുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ പാറ്റേൺ കിട്ടില്ല. കാരണം കൊടുക്കേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എ ബ്ലാങ്ക് സ്പേസ് ബി സി എന്ന് വരും. പിന്നെ ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, രണ്ട് സ്ഥലത്ത് ബി ബി. പിന്നെന്താ, പിന്നെ നമുക്ക് സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, സി ഡി എ ബി വരും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം പാറ്റേൺസ് ഒരു സിമിലർ അല്ല, വേറെ വേറെ. ആ പാറ്റേൺ അവിടെ കട്ടാവാം. ഇത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവാം, എ ബി സി ഡി ആ രീതിയിൽ വരും. ചില ക്വസ്റ്റ്യൻസിൽ 4x5 എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആ പാറ്റേൺ അവിടെ കട്ടാകുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാത്തത്. അല്ലാണ്ട് അത് എടുക്കുന്നതിന് പ്രശ്നമല്ല. ആ പാറ്റേൺ എങ്ങനെയാണ്, 5 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് വരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് പാറ്റേൺ ആയിട്ട് റിഫ്ലക്റ്റഡ് ആവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് 25 നോക്കി. 25 നോക്കാം. ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഒരാൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മിനിറ്റ്സ് എടുക്കാം, പെട്ടെന്ന് സോൾവ് ചെയ്യും.
ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് കൊടുത്തില്ല 2% P and Q enter into business. P puts rupees 14,000 more than X. ഇപ്പൊ നമുക്ക് Q ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് X എന്ന് വിളിക്കുകയാണെങ്കിൽ പിയുടെ എമൗണ്ട് X plus 14,000 ആണ്. പിന്നെ but P has invested for 8 months and Q has invested for 10 months. P 8 മാസത്തേക്കും Q 10 മാസത്തേക്കുമാണ്. ഇനി കൊടുത്തിട്ടുണ്ട് if P's share is 400 more than Q share out of the total profit 2,000. അപ്പം ഇവിടെ ക്യൂവിന്റെ പ്രോഫിറ്റ് Y ആണെങ്കിൽ പിയുടെ പ്രോഫിറ്റ് Y plus 400 ആയിരിക്കും. ഒരു ടോട്ടൽ പ്രോഫിറ്റ് 2,000 ആണ്. അപ്പൊ നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ Y plus 400 is equal to 2,000. പ്രോഫിറ്റ് എമൗണ്ട് അങ്ങനെയാണ്. അപ്പൊ എന്താ 2Y plus 400 is equal to 2,000. അപ്പം 2Y is equal to 2,000 minus 400 വരും. അപ്പം 2Y is equal to 1,600. അവരുടെ പ്രോഫിറ്റിന്റെ സമ്മ് 1,600 എന്ന് കിട്ടി. ഇപ്പൊ വൈയുടെ വാല്യൂ എന്താ 1600 ഡിവൈഡ് ബൈ 2 800 റുപ്പീസ് ആണ് ആരുടെ പ്രോഫിറ്റ് വൈയുടെ വാല്യൂ. വൈ എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ എമൗണ്ട് ആണ്, നമുക്ക് ക്യൂവിന്റെ പ്രോഫിറ്റ് ആണ് 800 റുപ്പീസ്. ക്യൂവിന്റെ പ്രോഫിറ്റ്, സോ ക്യൂവിന്റെ പ്രോഫിറ്റ് ആംഗിൾ ക്യൂവിന്റെ പ്രോഫിറ്റ് 800 ആണെങ്കിൽ വൈയുടെ പ്രോഫിറ്റ് പിയുടെ പ്രോഫിറ്റ് 400 റുപ്പീസ് മോർ ആണ്. സോ പിയുടെ പ്രോഫിറ്റ് എന്താ 1200 വരും. ഇത് 2000 വരും സമ്മ. അപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 1200 ഡിവൈഡ് ബൈ 800. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് രണ്ട് സീറോസ് പോയി. പ്രോഫിറ്റിന്റെ റേഷ്യോ 3/2 ആണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ 3/2 ആണ്. ഇനി ഇവരെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എങ്ങനെയായിരിക്കും, അവർ എത്ര ടൈമിലേക്ക് എത്ര എമൗണ്ട്. അപ്പം പിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താ X plus 14,000 into 8 ഉണ്ടാവും. അതുപോലെ വൈയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ 10x ഉണ്ടാവും. ഈക്വൽ ടു എന്താണ് 3/2. ഇനി നമ്മൾ ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ആദ്യം 8 ഈ 8 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8x plus 14,000 into 8 ഉണ്ടാവും. അതിന്റെ അടുത്തേക്ക് ഈ 2 വരും. ഇവിടെ എന്താ 30x ആവും. ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 16x plus 14,000 into 8 into 2 is equal to 30x വരും. എക്സുകളെല്ലാം ഒരു സൈഡിലേക്ക് പോകും. അപ്പം 14,000 into 8 into 2 is equal to 30x minus 16x എന്ത് വരും 14x വരും. എക്സിന്റെ വാല്യൂ is equal to 14,000 into 8 into 2 divided by 14 വരും. ഈ 14ഉം 14,000 പോകും. ഇവിടെ 1000 വരും. സോ എക്സിന്റെ വാല്യൂ 16,000 എന്ന് കിട്ടും. 16,000 എന്ന് പറഞ്ഞാൽ ആരുടെ ഇതാണ്, ക്യൂ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 16,000. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പി. പിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 16,000 പ്ലസ് 14,000 ആയിരിക്കും. 30,000 റുപ്പീസ് ആണ് പി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ എ വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? റെസ്പോണ്ട് ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? 26 ഓക്കെ. 26 ഒന്നുമില്ല. ഏത് സ്റ്റെപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുൾ ആയിട്ട് പറയണോ? ഒന്നുമില്ല. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ ഒരാളുടെ എമൗണ്ട് ക്യൂ പറഞ്ഞ ആള് ക്യൂവിന്റെ കാളും 14,000 റുപ്പീസ് മോർ ആണ് പി. അപ്പം ക്യൂ എക്സ് എമൗണ്ട് ആണെങ്കിൽ പി എക്സ് പ്ലസ് 14,000 ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുള്ള കാര്യം നോക്കുക. ഇവിടെ ക്യൂ എക്സ് എമൗണ്ട് ആണെങ്കിൽ പി എക്സ് പ്ലസ് 14,000 ആണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് എന്താ, ക്യൂ 10 മാസത്തേക്കും പി 8 മാസത്തേക്കും വെച്ചിട്ടാണ്. ഇനി അടുത്ത പറയുന്നത് ഇവരുടെ പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ്. പ്രോഫിറ്റ് മൊത്തം 2,000 റുപ്പീസ് ആണ്. അതിൽ പി കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പിയുടെ പ്രോഫിറ്റ് എന്തായിരിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യൂവിനെക്കാട് 400 രൂപ കൂടുതലാണ്. അപ്പൊ അവരുടെ കമ്പൈൻഡ് പ്രോഫിറ്റ് 2,000 രൂപ, ഒരാളുടെ മറ്റൊരാളുടെ 400 രൂപ കൂടുതലാണെങ്കിൽ
അവരുടെ പ്രോഫിറ്റ് നമുക്ക് 800-ഉം 1200-ഉം കിട്ടും. ക്യൂവിന്റെ പ്രോഫിറ്റ് 800 റുപ്പീസ്, പിയുടെ പ്രോഫിറ്റ് 1200. രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 2000 കിട്ടി. അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ? P/Q എന്ന് പറയുമ്പോൾ 3/2. അതെന്താ? അത് 1200 ഡിവൈഡ് ബൈ 800 ചെയ്യുമ്പോൾ 3/2 എന്ന് കിട്ടും. ഇനി ഈ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവരെ ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കും. പിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ X+14,000, അങ്ങനെ 8 മാസത്തേക്ക്. ക്യൂവിന്റെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ X rupees, അത് 10 മാസത്തേക്ക്. അപ്പം അത് ഈക്വൽ ടു 3/2 ആണ്. ഇനി ഇത് സോൾവ് ചെയ്യാം. ഈ 2 ഇങ്ങോട്ട് വരും, ഈ 10x അങ്ങോട്ട് പോകും. അപ്പൊ എന്താ? ആദ്യം ഈ 8 എന്ത് ചെയ്യണം? ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8x+14,000 × 8, പിന്നെ 2 പുറത്തുണ്ട്. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 30x ആവും. പിന്നെ ഈ 2 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16x+14,000 × 8 × 2 = 30x. എക്സുകളെല്ലാം ഒരു സൈഡിലേക്ക് വന്നു. 30x - 16x എന്താവും? 14x ആവും. 14,000 × 8 × 2 = 14x. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 16,000 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 16,000 ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് പറഞ്ഞ എമൗണ്ട് ആണ് ക്യൂ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പി പറഞ്ഞ ആൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് വെച്ചാൽ അതിനെക്കാളും 14,000 റുപ്പീസ് കൂടുതലാണ്. സോ അതെന്താ? 16,000 + 14,000, 30,000 റുപ്പീസ് ആണ് ആര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? പി പറഞ്ഞ ആൾ ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? പിന്റെ സാലറി 26. ഓക്കെ, 26 ഒരു 1-2 മിനിറ്റ്സ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യും.
നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരാളുടെ പിയുടെ സാലറി 20% ആണ് ലോവർ ദാൻ ക്യൂ സാലറി 20% ലോവർ ദാൻ ആർ സാലറി. എല്ലാം ആറിന്റെ സാലറി വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ആറിന്റെ സാലറി 100 രൂപ എടുക്കുകയാണെങ്കിൽ ക്യൂവിന്റെ സാലറി തന്നെ 20% കുറവാണ്. സോ 80 രൂപ ഉണ്ടാവും ക്യൂവിന്റെ സാലറി. ആറിന്റെ സാലറി 100 രൂപയാണെങ്കിൽ അതിനെക്കാളും 20% കുറവാണ് ക്യൂയുടെ. ഇതിനെക്കാളും 20% കുറവാണ് പിയുടെ സാലറി. അപ്പൊ എനിക്ക് പിയുടെ സാലറി കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ 80 × 80 / 100 ചെയ്യാം. അതായത് ക്യൂവിന്റെ സാലറിനേക്കാളും 20% ലോവർ ആണെങ്കിൽ 80 × 80 / 100 ഉണ്ടാവും. അതല്ലെങ്കിൽ 80 ആണ് ക്യൂവിന്റെ സാലറി, അതിന്റെ 10%ന്റെ വാല്യൂ 8 ഉണ്ടാവും, 20%ന്റെ വാല്യൂ 16 ഉണ്ടാവും. സോ 80 - 16 ചെയ്താൽ എനിക്ക് 64 കിട്ടും. ഇവിടെ ഇത് ചെയ്താലും എനിക്ക് 64 കിട്ടും. പിയുടെ സാലറി 64 ആണ്. ഇനി ഹൗ മച്ച് പെർസെന്റേജ് ആർ സാലറി മോർ ദാൻ പി സാലറി? ആറിന്റെ സാലറി പിന്റെ സാലറിയെക്കാളും എത്ര കൂടുതലാണ്? അപ്പൊ ആരെ വെച്ചാൽ കമ്പയർ ചെയ്തിട്ടുള്ളത്? നമുക്ക് പിന്റെ സാലറി വെച്ചാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 100 - 64 / 64 × 100 ഉണ്ടാവും. ഇവിടെ ഇത് സോൾവ് ചെയ്യുമ്പോൾ 36 / 64 × 100 ഉണ്ടാവും. 36ഉം 64ഉം നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 വരും, ഇവിടെ 16 വരും. ഫെർദർ എനിക്ക് 16ഉം 100 എനിക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും, ഇവിടെ 25 വരും. സോ 9 × 25 / 100 ഉണ്ടാവും. സോ 9 × 25 25 ഇത് 225 ഉണ്ടാവും. കാരണം 25 × 10 250 ആണ്. അതിൽ നിന്ന് 25 കുറവാണ്. അത് ഡിവൈഡ് ബൈ 4 ആണ്. ഇവിടെ എനിക്ക് 5 ഉണ്ടാവും, 20 ഉണ്ടാവും. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ഉണ്ടാവും. അഗെയിൻ 25 ഉണ്ടാവും. അഗെയിൻ ഇവിടെ 56 എടുക്കാൻ പറ്റും. 24 ബാലൻസ് എനിക്ക് 1 വരും. ഇവിടെ എനിക്ക് 10 എഴുതാൻ പറ്റും. 56.2 വന്നിട്ടുണ്ട്. സോ 8 ബാലൻസ് 2 ഉണ്ടാവും. സോ 56.25%. 56 ആണ്. ഇതല്ല. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ക്യൂയുടെ സാലറി 100 എടുത്താല് അല്ല, നമുക്ക് അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യൂയുടെ സാലറി എന്ന് പറഞ്ഞാല് പി ഇൻറ്റു 8, സോറി, നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും. എടുത്താലും കുഴപ്പമില്ല. ആറിന്റെ സാലറി അപ്പം എന്ത് കണ്ടുപിടിക്കണം? 6 × 80 / 100 = നമുക്ക് 100 എഴുതേണ്ടി വരും. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പം R = 100 × 100 / 80 ഉണ്ടാവും. ഇതും ക്യാൻസൽ ചെയ്യുന്നു, ഇതും ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇവിടെ 2 വന്നു, ഇവിടെ 25 വന്നു. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് 125 കിട്ടും. ആറിന്റെ സാലറി 125 കിട്ടും. പിന്നെ നമ്മള് എനിക്ക് എന്ത് കിട്ടും? പിന്റെ സാലറി 80 കിട്ടും. അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ചെയ്താലും പക്ഷെ ആ ക്യൂവിന്റെ സാലറി 100 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറിന്റെ സാലറി നമ്മൾ വേറെ സെപ്പറേറ്റ് സോൾവ് ചെയ്യേണ്ടി വരും. പിന്നെ പിയുടെ സാലറി പെട്ടെന്ന് കിട്ടും. അങ്ങനെ ചെയ്താലും സെയിം പ്രൊസീജിയറാണ്. എമൗണ്ട് എവിടെ കൊടുത്താലും കുഴപ്പമില്ല, സെയിം പ്രൊസീജിയറാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 125 - 80 / 80 × 100 അത് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സാർ ഒരു സംശയം. ഹലോ കേൾക്കുന്നില്ല? പറയൂ. ഹലോ. സാർ, ഇതിൽ എക്സ് ആയിട്ട് എടുത്തൂടെ? ഈ 80% എക്സ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂ സാലറി. ക്യൂവിന്റെ സാലറി എക്സ് എടുക്കാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. നമ്മള് ക്യൂവിന്റെ സാലറി എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ്, പെർട്ടിക്കുലർ കാര്യം പറയുന്നതിൽ വാല്യൂസ്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ഞാൻ പറയാം, ഒന്നുമില്ല.
ക്യൂവിന്റെ സാലറി നമ്മൾ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ ഇപ്പൊ ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. ക്യൂവിന്റെ സാലറി നമ്മൾ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാം എക്സിന്റെ ടേംസിൽ എഴുതുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അത്രേ ഉള്ളൂ. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന പ്രൊസീജിയർ നമുക്ക് ഡിഫിക്കൽട്ട് ആവും. ഏറ്റവും അല്ല, ബെസ്റ്റ് എന്താ, ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, അതുപോലെ അതാണ് ആൻസറിലേക്ക് എത്താനും പറ്റിയില്ല. അതാ അപ്പൊ സാർ, പറഞ്ഞത് നമുക്ക്. നമ്മളിപ്പം നോർമലായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ഈ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസിൽ ഈ ആ നോർമൽ സാലറി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് 100 ഒക്കെ എടുത്ത് ചെയ്താൽ മതിയല്ലേ? അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ പറയുന്നില്ലെങ്കിൽ, ഒരു ഇത്രത്തെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എമൗണ്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്കത്, നമുക്ക് എങ്ങനെയാണോ 100 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെർസെൻറ്റേജും 20% ആയാലും എത്ര പെർസെൻറ്റേജ് ആയാലും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എടുത്ത് ചെയ്താൽ മതി. പെർട്ടിക്കുലർ എമൗണ്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഓക്കെ, വെറുതെ എക്സിന്റെ ടേംസിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതെന്താണ്, നമുക്കത് കാൽക്കുലേഷൻസിൽ ഡിഫിക്കൽട്ട് വരും. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.